രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വരികയാണ് ദീപാദാസ് മുൻഷി. രാഹുലിനെതിരെ പാർട്ടിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല, രാഹുലിനെ സ്ഥാനത്ത് നിന്നും നീക്കിയതല്ല, സ്വയം രാജിവെച്ചതാണെന്ന് ദീപാദാസ് മുൻഷി. Look, already he said what he has said, and I think this chapter is over. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. So Rahul said it very clearly what he has said. It is not a legal battle. It is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And in Congress always stood with the morality, and we stood by that. And I will ask now the other parties, they should also do the same way. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് എന്നുള്ളതാണ് ദീപാദാസ് മുൻഷിയുടെ വാക്കുകളുടെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ആ ധാർമ്മികത പാലക്കാടിന്റെ കാര്യത്തിൽ വേണ്ടേ? തീർച്ചയായും. അതായത് പക്ഷേ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾ, അതായത് വിവിധ തരത്തിൽ ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ദീപാദാസ് മുൻഷിയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. രാഹുലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. യാതൊരു വിധത്തിലും ദേശീയ നേതൃത്വത്തിന് രാഹുലിനെതിരെ ഒരു പരാതിയും ഇതുവരേക്കും ലഭിച്ചിട്ടില്ല, ആരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ രാജിവെച്ചത്. പക്ഷേ അതിന് കേന്ദ്രവോ അല്ലെങ്കിൽ പാർട്ടിയോ ഒന്നും തന്നെ യാതൊരു വിധത്തിലും ഈ രാഹുലിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ദീപാദാസ് മുൻഷി. പക്ഷേ ഇത്തരത്തിൽ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദീപാദാസ് മുൻഷിയോട് ചോദിച്ചപ്പോൾ അതിനെ അവർ അവരുടെ പാർട്ടിയിലേക്ക് തന്നെ നോക്കട്ടെ, അതായത് അവരുടെ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് തങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള പാർട്ടിക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ന്യായമാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്.